നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ റീസെൻ്റായിട്ട് കഴിഞ്ഞു പോയ എക്സാമിലെ ചോദ്യങ്ങളാണ്. സെക്രട്ടേറിയറ്റ് OA മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്നവരും അതുപോലെ തന്നെ മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഒപ്പം തന്നെ +2 ലെവൽ പരീക്ഷകൾക്കും മലയാളം സിലബസായി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഡംഭം അതിൻ്റെ പര്യായ പദം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡംഭം എന്നുള്ളതിൻ്റെ പര്യായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അഹങ്കാരം എന്നുള്ളതാണ്. അടുത്തത് ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. അപ്പോൾ ഇവിടെ ഘടകപദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. അപ്പോൾ എന്താണ് ഇതിലെ ഘടകപദമായിട്ട് വരിക? അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. അപ്പോൾ എന്നുള്ളതാണ് ഘടകപദം. അടുത്തത് 73, ചിന്മയം പിരിച്ചെഴുതുക. പിരിച്ചെഴുത്താണ് ചോദിച്ചിട്ടുള്ളത്. ചിന്മയം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ചിത്ത് പ്ലസ് മയം എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ചിത്ത് പ്ലസ് മയം എന്ന് ആൻസർ വരും. അടുത്തത് കൃഷം വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. കൃഷം അതിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ബി, മേതുരം. ഓപ്ഷൻ ബി, മേതുരം. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോകും. സാക്ഷി അതിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. സാക്ഷിയുടെ സ്ത്രീലിംഗം എന്താണ്? ഉത്തരം സാക്ഷിണി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സാക്ഷിണിയാണ് സ്ത്രീലിംഗം. ദുഃഖം അതിൻ്റെ സമാന പദം എഴുതുക. ദുഃഖം അതിൻ്റെ സമാന പദമാണ് ചോദിച്ചിട്ടുള്ളത്. ദുഃഖം എന്ന് പറഞ്ഞാൽ ഇണ്ടൽ എന്നാണ്. എന്താണ്? ഇണ്ടൽ. ഓപ്ഷൻ എ. അടുത്തത് ശരിയായ പദമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കാണാം. ശരിയായ പദം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി, നികൃഷ്ടം. നികൃഷ്ടം എന്നുള്ളതാണ് തന്നതിൽ ശരിയായ പദം. എന്നാൽ യാദൃച്ഛികം എന്നാണ് പറയേണ്ടത്. യാദൃശ്ചികം തെറ്റാണ്. യാദൃച്ഛികം അച്ഛൻ്റെ ചായല്ലേ നമ്മുടെ, അതാണ് യാദൃച്ഛികത്തിൽ വരേണ്ടത്. അവശിഷ്ടം ഇങ്ങനെയല്ല എഴുതേണ്ടത്. അടിമത്തം എങ്ങനെയാണ് എഴുതുക? അടിമത്തം. അടിമത്തം മതി. ഈ ഒരു ത്വം എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അവശിഷ്ടത്തിന് ഈ ഠായുടെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? സാധാ ഠ മതി. അടുത്തത് പിന്നിൽ നിന്ന് കുത്തുക എന്നതിൻ്റെ പരിഭാഷ എന്താണ്? പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളതിൻ്റെ പരിഭാഷയാണ് ഓപ്ഷൻ ബി, 78. ഓപ്ഷൻ ബി, ബാക്ക് സ്റ്റാബിങ്. നമ്മുടെ കട്ടപ്പ ബാഹുബലിനെ ചെയ്ത പരിപാടി ബാക്ക് സ്റ്റാബിങ്. എന്താണ്? ഓപ്ഷൻ ബി, പിന്നിൽ നിന്ന് കുത്തൽ. അടുത്ത ശരിയായ വാക്യമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം. വിടർന്ന് നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് അവസാനത്തെ ചോദ്യം. മലയാളത്തിലെ എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? എന്നും പകിട 12 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നും വിജയം എന്നാണ് അർത്ഥം. അപ്പോൾ എന്നും പകിട 12, എന്നും വിജയം എന്നാണ് അർത്ഥം. ഇതേപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും PYQ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടുതൽ ഇത്തരത്തിൽ വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.